ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിലെ ജോലിയെല്ലാം തീർത്ത് ഞാനും അച്ഛനും കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോഴും കുറവില്ലേ എന്ന്. കുറവില്ല, വലിയോട് വലിയില്ലേ, അപ്പോൾ ഇങ്ങനെ കുറയും. അപ്പോൾ നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ വീടൊക്കെ പൂട്ടി ഇറങ്ങാം. ലൈറ്റ് ഓഫ് ചെയ്തു. പിന്നെ നമ്മൾ ഇതൊക്കെ അടയ്ക്കുകയാണ്. ഇത് നമ്മൾ ഓൾറെഡി പൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇതടയ്ക്കാം, വണ്ടിയുടെ കീ. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോകാം. ചിലപ്പോൾ പിടിച്ച് അവിടെ അഡ്മിറ്റ് ചെയ്താലോ. അങ്ങനെയാണ് ബീഡിയും വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ പറയും അയ്യോ അച്ഛനൊന്നും അങ്ങനെ പറയില്ലേന്ന്. അങ്ങനെ പറയുള്ളൂ. കയ്യിലിരിപ്പിന് പിന്നെ എന്തിരെന്ന് പറയണം. കൊണ്ടുപോകും, വരിക്കൊരു കുറവില്ല. അത്ര വേദന സഹിക്കണത് ആ ഒരാളാണ്. അതിന്റെ ഒരു ഇത് പോലും ഇല്ല. ഇനി ഓപ്പി ടൈം കഴിഞ്ഞു പോയാൽ എന്തോ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. അയ്യോ പൊട്ട് വെച്ചില്ല. എന്റെ അത് നമുക്ക് പൊട്ടും കൂടെ വയ്ക്കാം. സുന്ദരിയാവട്ടെ. അവിടെ പോയി ഓപ്പിയിൽ ക്യൂ ആയിട്ട് നിൽക്കാനുള്ളതാണ് അല്ലേ? അതോ കൊള്ളാമോ? ഏത്? അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെയൊക്കെ അച്ഛനെ കാണിച്ച് വെളിയിൽ നിന്ന് ഗുളികയെല്ലാം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് പോലീസ് കൈ കാണിച്ച്. അപ്പോൾ വണ്ടിയിലെ ഇൻഷുറൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളെ വിട്ടയച്ചു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന ഒരു ഹിന്ദിക്കാരൻ പയ്യൻ ഉണ്ടായിരുന്നു. ആ സ്റ്റൂള് കണ്ട് അസൈൻമെൻ്റ് ഒക്കെ എഴുതുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. താഴെ എഴുന്നിട്ട് കട്ടിലിൻ്റെ മണ്ട വെച്ചാണ് എഴുതണം. അപ്പോൾ ഒരു സ്റ്റൂളും കൂടെ വെച്ച് ആ സ്റ്റൂള് കാണിച്ചു തരേ. ഇതാണ് ആ സ്റ്റൂള്. 200 രൂപയാണ് പറഞ്ഞത്, പക്ഷെ 150 രൂപയ്ക്ക് തന്ന്. അപ്പോൾ സ്റ്റൂളായി. പിന്നെ പറഞ്ഞ അമ്മൂമ്മേടെ അടുത്ത് കയറി മീനും പിന്നെ തോരത്തിനുള്ളതും മരിച്ചിനെയൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അതങ്ങ് കയറി പെട്ടെന്ന് വാങ്ങിച്ചോട്ട് വീട് എത്രയൊന്നുണ്ടായിരുന്നു. വിശന്ന് കറങ്ങിയാണ് വന്നത്. കടയിലൊന്നും കയറാൻ നിന്നില്ല. അച്ഛൻ നാരങ്ങ വെള്ളം വാങ്ങിച്ചു കുടിച്ച്. മിക്സിയിലടിക്കുന്ന നാരങ്ങ വെള്ളത്തിന് 30 രൂപയില്ലേ. അച്ഛൻ ഞെട്ടിപ്പോയി. അപ്പോൾ മക്കളെ 30 രൂപയെന്ന് നാരങ്ങ വെള്ളത്തിന്. അപ്പോൾ അച്ഛൻ മാത്രം കുടിച്ച് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ്. പിന്നെ വീട്ടിൽ വന്ന് പുട്ടും ചിക്കൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു, അതും കഴിച്ച് ജോലിയൊക്കെ ചെയ്ത് ഇപ്പോൾ അതാ പകുതിയായി. ഞാൻ കാണിച്ചു തരേ. മീൻ ചൂര കിട്ടി. പിന്നെ തേങ്ങ തിരുവിയതുണ്ടായിരുന്നു. ഇതാ മരിച്ചിന് അരിഞ്ഞ് വെച്ച് ചീരത്തോര ഇതിലാക്കി വെച്ച്. പിന്നെ തേങ്ങ ഓൾറെഡി ഉണ്ട്. അപ്പം ഇത് ലുലുവിൽ പോയപ്പോൾ വാങ്ങിച്ച ചോള അതൊന്നും ഉണ്ടാക്കണം. അപ്പോൾ ഇത് അടച്ച് വയ്ക്കാം. പിന്നെ നമുക്ക് അടുക്കളയിൽ പോകുമ്പോൾ കുറച്ച് പാത്രം ഇവിടെ കഴുകാൻ കിടപ്പുണ്ട്. ഇത് അച്ചാറിൻ്റെയൊക്കെ ബോട്ടിലാണ്, വർഷങ്ങളായി അച്ചാർ. പിന്നെ ഇതാ ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ച്. അപ്പം ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് ലാസ്റ്റ് സീൻ കാണിച്ചു തരാം. ഓക്കെ. വെള്ളമൊക്കെ തിളച്ചു. ഇതാ പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ ഡ്യൂട്ടി ബൈ. പിന്നെ നമ്മളിനി ഈ റൂം കൂട്ടാൻ പോവുകയാണ്. ഇത് ചിഞ്ചുകുഞ്ഞമ്മേരവിടുത്തെ പാത്രം എനിക്ക് കറി വെച്ച് തന്നതാണ്. അപ്പോൾ പണ്ട് നമ്മൾ ഇങ്ങോട്ട് എന്തെങ്കിലും സാധനം വാങ്ങിച്ചാൽ പാത്രം ഒന്നുമില്ലാതെ നമ്മൾ കൊടുക്കൂലല്ലേ, വെറുതെ കൊടുക്കൂലല്ലേ. അപ്പം ഇന്നലെ അമ്മ കുറച്ച് ഹെയർ ബാൻഡ് കൊണ്ടുവന്ന് അമ്മയുടെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടെ. അതിലൊരെണ്ണം ഞാൻ പൊന്നിന് വേണ്ടിയിട്ട് കൊടുത്തു വിടുന്നു. അതായത് പാത്രത്തിൽ വെച്ച് ഈ പാത്രം ഇതുമായിട്ട് കൊണ്ടുകൊടുക്കാം. അത് കഴിഞ്ഞ് ഇന്നത്തെ ജോലി ഇത്രയേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഒരു സ്റ്റെപ്പ് രാവിലത്തെ എല്ലാ ജോലിയും തീർത്ത് പിന്നെ പോയി ഒരു 11:30 ആയപ്പോൾ തിരിച്ചെത്തി. പിന്നെ ഇതാ വീട്ടിൽ മീനൊക്കെ വാങ്ങിച്ച് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച്. മീൻ കണ്ടിക്കണത് അമ്മ വന്ന് കണ്ടിക്കും. മരിച്ചിന് വൈകുന്നേരം ചായ ഇട്ട് അതും അവിച്ച് ചോളം അവിക്കണം. അതൊക്കെ തന്നെ ഉള്ളൂ പരിപാടി. വീട്ടിൻ്റെ അകത്ത് ജോലി ചെയ്യുന്നത് രാവിലത്തെ ഇത് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഇനി വൈകുന്നേരം 4 മണിക്ക് ശേഷം ബാക്കി ജോലിയൊക്കെ ഉള്ളൂ. ഇനി ഞാൻ ഇത് കൊണ്ട് ചിഞ്ചുകുഞ്ഞമ്മയ്ക്ക് കൊടുത്തിട്ട് അനുവിനെയും പോയി കാണും. പിന്നെ അനുവിൻ്റെ കാല് ഇന്നലെ ഫുൾ മഴവെള്ളം നനഞ്ഞ് നീറ്റിലൊക്കെ ആയിരുന്നു. രാത്രി ആയപ്പം കുറഞ്ഞ്. ഇന്ന് അതിൻ്റെ അഹങ്കാരം കൊണ്ട് സ്കൂട്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പോയിട്ട് വന്നാന്ന് അറിഞ്ഞൂടാ, വന്ന് കാണുമെന്ന് തോന്നണം. ആശാത്തി വന്നിട്ടുണ്ട്, സ്കൂട്ടി ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കിതുകൊണ്ട് ചിഞ്ചുകുഞ്ഞമ്മയ്ക്ക് കൊടുത്തിട്ട് വരാം. വേണ്ട, അത് ഹെയർ ബാൻഡ് പൊന്നൂന് എന്നാ പേടി. ഹെയർ ബാൻഡ് തുണീൻ്റെ. അപ്പം നമ്മളിതാ ചോറും കഴിച്ച് വൈൻഡപ്പ് ചെയ്യണം. ബൈ ബൈ.